ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെ ആനിമേറ്റഡ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പ്രോംപ്റ്റ് ഫയൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ആദ്യം കാണുന്നത് ഓരോ സീനും ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ആണ്. അത് ആദ്യം കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോമിനകത്ത് ChatGPT ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ChatGPTയിൽ നമുക്ക് വേണ്ടുന്ന സീനെല്ലാം വരും. അങ്ങനെ ഓരോ സീനായിട്ട് താഴോട്ട് കൊടുത്തേക്കുന്നത്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കൊടുത്തേക്കുന്ന ഇമേജിന് വേണ്ടിയുള്ള ഓരോ ഇമേജും എടുക്കണം. അതിനുവേണ്ടി ഓരോ സീനിൽ നിന്നും ഓരോ ഇമേജും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ഇമേജിന് വേണ്ടിയുള്ള എല്ലാ പ്രോംപ്റ്റും ഇപ്പം വന്നിട്ടുണ്ട്. മൊത്തം 5 സീനെങ്ങാണ്ടുണ്ട്. അത് മൊത്തത്തിനുള്ള ഇമേജും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് പിക്ലുമൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് കയറുമ്പോൾ ആദ്യമേ തന്നെ ജനറേറ്റ് ഫോർ ഫ്രീ വെക്കുക. അതിനകത്ത് ലോഗിൻ ചെയ്യണം. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത് കയറാൻ പറ്റിയത്. അല്ലാത്തവർ സൈനപ്പ് ചെയ്ത് കയറണം. മോഡൽ ഫ്ലെക്സ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റേഷ്യോ 9:16 എന്നുള്ളത് സെലക്ട് ചെയ്യണം. 9:16 ഉള്ളത് സെലക്ട് ചെയ്തിട്ട് 2 ഇമേജസ് എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോംപ്റ്റ് എന്തുവാണോ അത് കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആകാൻ പോവുകയാണ്. ബാക്കിയുള്ള വെബ്സൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ അധികം ലാഗൊന്നുമില്ല. 1 മിനിറ്റിനകം തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചുള്ള ഇമേജ് തന്നെ തരുന്നതായിരിക്കും. ഇപ്പം കാണുന്നത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഓരോ പ്രോംപ്റ്റ് വെച്ചുള്ള ഇമേജുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അധികം വൃത്തിയോടില്ലാത്ത ഇമേജ് തന്നെയാണ് കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ഇതും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ തൊട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ കാണുന്ന അഡ്വാൻസ് സെറ്റിങ്സ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തുള്ളത് അതേ ഞെക്കണം. അവിടെ നോക്കുമ്പോഴത്തേന് സീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഈ സീഡ് നമ്പർ അടിക്കണം. നേരത്തെ ജനറേറ്റ് ചെയ്ത ഇമേജ് ഏതാണോ അതേ ഞെക്കിയിട്ട് അതിൻ്റെ സീഡ് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് രണ്ടാമത് ചെയ്യാൻ പോകുന്നതിൻ്റെ അവിടെ കോപ്പി ചെയ്ത് കൊടുക്കണം. റാൻഡം എന്നായിരിക്കും സീഡിൻ്റെ അവിടെ കിടക്കുക. അത് ഫിക്സഡിലോട്ടാക്കിയിട്ട് ഈ നമ്പർ കോപ്പി ചെയ്തത് അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രോംപ്റ്റ് അടിച്ച് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ മാച്ചിങ് ആയിട്ടുള്ള ഫോട്ടോസ് വരത്തുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ ഇപ്പം ജനറേറ്റ് ചെയ്ത ഇമേജ് എല്ലാം ആനിമേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ 12V എന്നുള്ളത് കൊടുക്കണം ആദ്യമേ മണ്ടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആദ്യത്തെ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇമേജ് അപ്ഡേറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്ക് പോയിട്ട് ChatGPT ഓപ്പൺ ചെയ്യണം. അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ച ഇമേജിന് വേണ്ടിയുള്ള ആനിമേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് അത് അടിച്ചു കൊടുക്കണം. ജനറേറ്റ് ദ പ്രോംപ്റ്റ് ടു ഡെവലപ്പ് ദ ആനിമേഷൻ ഓഫ് ദ ഇമേജ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഓരോ സീനിനുമുള്ള ഓരോ ആനിമേഷൻ ഏതാണോ ഇമേജിന് കൊടുക്കേണ്ടത് അത് ഓരോന്നായിട്ട് താഴോട്ട് കൊടുത്തേക്കും. അത് അത്രയും കോപ്പി ചെയ്ത് ആദ്യത്തെ ഇമേജിന് എന്താണോ വേണ്ടത് അത് കൊണ്ടുവന്ന് നമ്മുടെ മറ്റേ വെബ്സൈറ്റിലോട്ട് കൊടുക്കണം. ഈ വെബ്സൈറ്റിനകത്ത് ആ ഇമേജ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുകയാണ്. ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് അവിടോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ലോഡാവുന്നതായിട്ട് കാണാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇമേജ് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആവും. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ നമ്മുടെ ആനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ സൗണ്ട് എഫക്ട്സ് കൂടുതൽ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴേ ഇതിന് ഗുണമുള്ളൂ. കൂടുതൽ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളവർക്ക് മാത്രമായി ഇതുകൊണ്ട് ഉപയോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.